In the last class, we were talking about cell alignment, right? Actually, there are 9 types of alignment. ഏതൊക്കെയാ? Top left, top center, top right. Then left center, center, right center. After that, bottom. Bottom left, bottom center, bottom right. അല്ലേ? ഈസി അല്ലേ അത് ഓർത്തിരിക്കാൻ? ടോപ്പും ടോപ്പ് സെന്റർ ബോട്ടം, ദെൻ ലെഫ്റ്റ് സെന്റർ റൈറ്റ്. അത്രേ ഓർത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, എങ്ങനെ ആ ഒരു അലൈൻമെന്റ് വരുന്നതെന്നുള്ളത്. I'll show you. There is this symbol. 9 അലൈൻമെന്റ് അല്ലേ, അപ്പം 9 സെൽസ് ഉള്ള ഒരു ടേബിൾ മതി നമുക്ക്. ബൈ ഡിഫോൾട്ട് എങ്ങനെ അലൈൻമെന്റ് ഉണ്ടാവുക? ഒരു സെല്ലിൽ നമ്മൾ ഡാറ്റ ഫസ്റ്റ് ടൈം എൻ്റർ ചെയ്യുമ്പോൾ അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഏത് രീതിയിൽ അലൈൻഡ് ആവുക? ടോപ്പ് ലെഫ്റ്റ്. ടോപ്പ് ലെഫ്റ്റ്, റൈറ്റ്. This is a top left alignment. In the next cell, I'm going to സെക്കൻഡ് സെല്ലിലെ അതിനെ ഞാൻ ടോപ്പ് സെന്റർ അലൈൻമെന്റ് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ലേഔട്ട് ടാബിൽ പോവാം. ഈ അലൈൻമെന്റ് ഓപ്ഷൻസിൽ സെക്കൻഡ് വൺ കണ്ടോ, അലൈൻ ടോപ്പ് സെന്റർ. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടോപ്പിൽ സെന്ററിൽ അലൈൻഡ് ആയി. നെക്സ്റ്റ് തേർഡ് സെല്ലിൽ ഞാൻ ടോപ്പ് റൈറ്റ് അലൈൻമെന്റാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ലേഔട്ട് ടാബിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അത് ഓൾറെഡി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ചൂസ് ചെയ്താൽ മതി. ടോപ്പ് റൈറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ 3 അലൈൻമെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സെൽ സെക്കൻഡ് റോയിൽ നമ്മൾ എത്തി. അവിടെ നമ്മൾ സെന്റർ റോ അല്ലേ അത്, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സെന്ററും സെന്ററും റൈറ്റ് സെന്ററും ആണ് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് 6. ഈ സെല്ലിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ലെഫ്റ്റ് സെന്റർ, സെന്റർ ലെഫ്റ്റ് അലൈൻമെന്റ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ സെന്ററിലേക്ക് വന്നു, ബട്ട് ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ ക്ലാസ് 6 ടൈപ്പ് ചെയ്തു. നമ്മൾ എക്സാക്ട് സെന്ററിൽ അത് അലൈൻ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അലൈൻ സെന്റർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. എക്സാക്ട് സെന്ററിലാണ് അത് അലൈൻഡ് ആയത്. ഇനി നെക്സ്റ്റ് നമ്മൾ റൈറ്റ് സെന്ററിലേക്ക് അലൈൻ ചെയ്യാൻ പോവാണ്, സെന്റർ റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ടോപ്പ് കഴിഞ്ഞു, സെന്റർ കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു അലൈൻ ദിസ് ഇൻ ദ ബോട്ടം പോർഷൻ. ഓക്കെ, തേർഡ് റോയിൽ ഞാൻ ക്ലാസ് 6 എന്ന് എൻ്റർ ചെയ്തു. അത് ബോട്ടം ലെഫ്റ്റ് ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ കിടക്കേണ്ട പോർഷൻ, ബോട്ടം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് അലൈൻഡ് ആയി. ഇനി നമ്മൾ എവിടെയാണ് അലൈൻ ചെയ്യാൻ പോകുന്നത്? ബോട്ടം സെന്ററിൽ. ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തു, ഹിയർ ബോട്ടം സെന്റർ അലൈൻമെന്റ് ഉണ്ട്. ക്ലിക്ക് ചെയ്തു, ബോട്ടം സെന്ററിൽ അത് അലൈൻഡ് ആയി. ക്ലാസ് 6. ഇനി ലാസ്റ്റ് ഒരു അലൈൻമെന്റ് ബാക്കിയുള്ളൂ, ദാറ്റ് ഈസ് ബോട്ടം റൈറ്റ് അലൈൻമെന്റ്. സോ this is that option, bottom right. ഇങ്ങനെ രീതിയിൽ 9
രീതിയിൽ നമുക്ക് അലൈൻമെന്റ് ചെയ്യാൻ പറ്റും, സെൽ അലൈൻമെന്റ്. റൈറ്റ്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്? ഓക്കെ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഏത് സെല്ലിലാണോ നമ്മൾ അലൈൻമെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ടെക്സ്റ്റിനാണോ ഈ അലൈൻമെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ലേ ഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അലൈൻമെന്റ് ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അലൈൻമെന്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഫ്യൂ ക്ലിക്സ് കൊണ്ട് നമ്മുടെ അലൈൻമെന്റ് അങ്ങ് തീരും. നെക്സ്റ്റ്, ചേഞ്ചിങ് ടെക്സ്റ്റ് ഡയറക്ഷൻ. ടെക്സ്റ്റ് ഡയറക്ഷൻ ഓർ ഓറിയന്റേഷൻ. ആ ടെക്സ്റ്റ് എങ്ങനെ നമ്മുടെ ടേബിളിൽ കാണും, ഇങ്ങനെ വെർട്ടിക്കലി കാണണോ അത് ഇങ്ങനെ കുത്തി കാണില്ല, തലയും കുത്തി. ഇന്നലെ ഹെവൻ പറഞ്ഞില്ല ഇത് തലയും കുത്തിയിട്ടാണല്ലോ, ആ രീതിയിൽ വേണോ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ. ഡയറക്ഷൻ അതിന്റെ അതേ മീനിങ് ആണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഓർ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏത് സെല്ലിലെ ടെക്സ്റ്റിന്റെ അലൈൻമെന്റ് ആണ്, ഐ മീൻ ഓറിയന്റേഷൻ ആണ് അല്ലെങ്കിൽ ഡയറക്ഷൻ ആണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലാസ് 6 എന്നുള്ള താഴെയല്ലേ, അതിന്റെ ഡയറക്ഷൻ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആ സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ലേ ഔട്ട് ടാബിൽ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യണം. സോ അലൈൻമെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടെക്സ്റ്റ് ഡയറക്ഷൻ കണ്ടോ, ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ. ഹിയർ ഇസ് എ ടെക്സ്റ്റ് ഡയറക്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യാണ്. സി, അത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് എന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. ക്ലാസ് 6 താഴോട്ട് എഴുതുന്ന പോലെ ഉണ്ട്, മേലേക്ക് ക്ലാസ് 6 എഴുതുന്നു, നോർമലി നമ്മൾ എഴുതുന്ന പോലെ. ഇതിൽ ഇഷ്ടമുള്ള അലൈൻമെന്റ് അല്ല, സോറി, ഇതിൽ ഇഷ്ടമുള്ള ഡയറക്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അത് വളരെ സിമ്പിൾ അല്ലേ? 3 രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഒന്നിത്, മൂന്നാമത്തത് ഇങ്ങനെ. മനസ്സിലായോ? ഈ 3 രീതിയിൽ, ഞാൻ 3 രീതിയിലാണ് ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് വെച്ചിരിക്കുന്നത്. ഒന്ന് ക്ലാസ് 6, സി ബോട്ടം സ്റ്റാർട്ട് ചെയ്ത് 6 ലാസ്റ്റ് ടോപ്പിൽ എൻഡ് ചെയ്യുന്ന പോലെ. സെക്കൻഡ് അലൈൻമെന്റിൽ നമ്മൾ നോർമലി എഴുതുന്ന അതേ രീതിയിൽ, അത് ബൈ ഡിഫോൾട്ട് ആ അലൈൻമെന്റ് ആയിരിക്കും നമുക്ക് വരിക. തേർഡ് സെല്ലില് സി ടോപ്പിൽ സ്റ്റാർട്ട് ചെയ്തു, 6 ബോട്ടമിൽ എൻഡ് ചെയ്തു. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനി ടേബിളിലെ സെൽസിലെ കളേഴ്സ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ടേബിൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഏത് സെല്ലിലാണോ നമ്മൾ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. Just a second.
ഓപ്ഷൻ എവിടെടാ? ഒരു മിനിറ്റ്. ജസ്റ്റ് സെക്കൻഡ്, അത് കാണുന്നില്ലല്ലോ. ടെക്സ്റ്റിൽ തന്ന ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷെ സെൽസിന് കളേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ, കളേഴ്സ് കൊടുക്കാൻ വേണ്ടി, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സെല്ലിനാണോ നിങ്ങൾക്ക് കളർ കൊടുക്കേണ്ടത് ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. ഹോമില് ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഷെയ്ഡിങ്. നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണുന്നുണ്ടോ? ഒരു മഷിക്കുപ്പി മഷി ഊറ്റുന്ന പോലത്തെ ഒരു പിക്ചർ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനോട് ചേർന്ന് ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കളേഴ്സ് അവൈലബിൾ ആവും. മോർ കളേഴ്സ് ഉണ്ട്, കുറച്ച് കളേഴ്സ് ഇവിടെ തന്നതുണ്ട്. അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഇനി അതും അല്ല എങ്കിൽ മോർ കളേഴ്സിൽ പോയാൽ കുറച്ചധികം കളേഴ്സ് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഓരോ സെല്ലിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ പോയിട്ട് ആ ഷെയ്ഡിങ് ഓപ്ഷൻ കണ്ടുപിടിക്കുക. അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് കളറായില്ലേ? ടെക്സ്റ്റിലുള്ള ടേബിളില് ആ ഓപ്ഷനാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എനിക്കത് കാണുന്നില്ല. ടേബിളില് ഡിസൈൻസിലാണ് അവർ പറയുന്നത്. പക്ഷെ അത് എവിടെ? പക്ഷെ ടേബിളില് അപ്പാപ്പന് 70 വയസ്സായിട്ട് ഐസ്ക്രീമിന്റെ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ? ഇഷ്ടമുള്ള ഐസ്ക്രീം അല്ല, ടേബിളില് ഗ്രാൻഡ് ഫാദറിന് 70 വയസ്സായി, എന്നിട്ട് ഐസ്ക്രീം ഇഷ്ടമുള്ള ചോദിച്ചപ്പോ വേണില്ല എന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാം. ഐസ്ക്രീം തിന്നാൻ പ്രായമൊന്നുമില്ലടാ. അശ്വിൻ എപ്പോഴാ പോയത്? വസുദേവ്, ഹെവൻ, നിങ്ങൾ എന്താ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്? ഞാനേ ലേറ്റാ, എന്നെക്കാളും ലേറ്റാ നിങ്ങള്. 7:45 നോക്കുന്നുണ്ട്, അത് റിപ്പോർട്ടിംഗ് പ്രോബ്ലം കാണിക്കുന്നത്. അതെയാ? ഹെവനോ? അത് ലീവ് ഇങ്ങനെ അടിച്ചടിച്ച് കയറിയത്. ഹെവനോ? എനിക്ക് വലിയ റീസൺ ഇല്ല. എനിക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല, നല്ല തല്ല് കിട്ടാത്തതിന്റെയാ. സാറ് ട്രീറ്റ് തന്നോ? ഇല്ലടാ. ഓക്കെ, ഇത്രയും കൊണ്ട് നമ്മുടെ ടേബിൾ എന്ന ചാപ്റ്റർ അങ്ങ് തീരാണ്. MS ഓഫീസ് ടേബിളിന്റെ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലേ. അപ്പൊ ടേബിൾസ് എന്തിനാ ഉപയോഗിക്കുന്നത്? അത് ഇൻഫർമേഷൻ ഒരു ഈസി വേയിൽ മറ്റുള്ളവരെ കാണിക്കാൻ. ഓക്കെ,
ഓർഡേർഡ് വേയിൽ, ഒരു നീറ്റ് ആൻഡ് ഓർഡേർഡ് വേയിൽ നമുക്കുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ടേബിൾസ് ആർ യൂസ് ടു ഓർഗനൈസ് ആൻഡ് പ്രസന്റ് ഇൻഫർമേഷൻ ഇൻ എ നീറ്റ് ആൻഡ് ഓർഡേർഡ് വേ. നിങ്ങൾക്ക് ടേബിൾസിന് കുറേ ഡെഫിനിഷൻ ടെക്സ്റ്റിൽ ഉണ്ടാവും. എല്ലാം ഏകദേശം സെയിം മീനിങ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ആൻസർ പേപ്പറിൽ ഉണ്ടെങ്കിൽ ഞാൻ മാർക്ക് തരും. ഇപ്പോൾ പക്ഷേ ഈ CBSE ഒക്കെ എഴുതുമ്പോൾ, മറ്റേ ബോർഡ് എക്സാം ഒക്കെ എഴുതുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും കേട്ടോ. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടേബിൾ റീസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റീസൈസ് ഹാൻഡിൽ ഉണ്ട്. പിന്നെ ടേബിൾ നമുക്ക് പേജിൽ, ആ പേജിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ടേബിൾ മൂവ് ഹാൻഡിൽ. ടേബിൾ മൂവ് ഹാൻഡിൽ നമ്മൾ ഉപയോഗിക്കും. അശ്വിൻ, പ്ലീസ് സ്വിച്ച് ഓൺ യുവർ വീഡിയോ. ഓക്കെ, നമുക്ക് ടേബിളിന്റെ റോ ഹൈറ്റും കോളം വിട്ടും എങ്ങനെയാ ചേഞ്ച് ചെയ്യാവുന്നത്? അശ്വിൻ, ആൻസർ മീ. നമ്മൾ എങ്ങനെയാ ടേബിളിന്റെ റോ ഹൈറ്റും കോളം വിഡ്ത്ത് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്? സമയം എന്താടാ? ക്ലാസ് കഴിയാനായോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അശ്വിൻ, can you hear me? Please unmute Ashwin. Okay. എന്താ പറഞ്ഞ? നമ്മള് റോയുടെ ഹൈറ്റ് എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നേ? ടെക്സ്റ്റിൽ നോക്കി പറഞ്ഞാലും മതി, പക്ഷെ പെട്ടെന്ന് പറയണേ. ആരാ അവിടെ സംസാരിക്കുന്നേ? അവിടെ സംസാരിക്കുന്നവരോട് മിണ്ടായിരിക്കാൻ പറഞ്ഞേ. അവൻ പോയോ അശ്വിൻ? മുങ്ങി. നിങ്ങളൊക്കെ എന്താടാ ചെയ്യാ? ഇവന്മാരൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ പെറുക്കി കൊണ്ടുവന്ന് വന്ന് ഇവിടെ നിന്ന് പഠിപ്പിക്കേണ്ട അവസ്ഥയാ. ഒരു ചോദ്യം ചോദിച്ച അവന്മാരൊന്നും കാണില്ല ആ വഴിക്ക്. ഒന്നുകൂടെ ചോദ്യം ചോദിക്കോ? അതാരാ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ, റോയുടെ ഹൈറ്റ് എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നതെന്ന്. അശ്വിൻ തപ്പുവാ. അശ്വിൻ മുങ്ങി, അവൻ എവിടെ ഇല്ല. എനിക്ക് കാണുന്നില്ലല്ലോ. നമുക്ക് കാണാം. പാർട്ടിസിപ്പൻസ്, ജസ്റ്റ് എ സെക്കൻഡ്. അശ്വിൻ എവിടെ? എനിക്ക് കാണുന്നില്ല. അശ്വിൻ, ആൻസർ മീ. ടെക്സ്റ്റിൽ നോക്കി പറഞ്ഞാൽ മതി, നീ കണ്ടുപിടിക്കും പക്ഷെ ആൻസർ. വേഗം വേഗം, സമയങ്ങളില്ലേ? പേജ് നമ്പറും വേണം, ഞാൻ പറഞ്ഞുതരാം. 54.